നല്ല അടിപൊളി മത്തൻ്റെ ഇലയുണ്ട്. ഇത് താളിക്കും, ഇത് അച്ചാറിടും. ഇത് ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നതിൻ്റെ മുമ്പുള്ളതായിരുന്നു, കുറച്ച് വാടിപ്പോയിട്ടുണ്ട്. ഇനിയും കുറേ പറിക്കാനുണ്ട്. അപ്പോൾ ഈ മുളക് ഞാൻ മുഴുവനായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നട്ട മുളക് ചെടിയിലുണ്ടായ മുളകാണ്. നല്ല ഫ്രഷ് മുളക്, ഒരു വളം ഇടാതെ വെറും പുളിച്ച കഞ്ഞിവെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ അത് ഇത്രയും കീറി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അച്ചാറിടാൻ പോവാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് രസം ഉലുവി കടുകും വറുത്തെടുക്കാം. വറുത്ത് പൊടിച്ചിടാനുള്ളതാണ്. ഉലുവയും കടുകും ഞാൻ വറുക്കാനിട്ടിട്ടുണ്ട്. പൊട്ടട്ടെ. ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പൊടിച്ചിടാനുള്ളതാണ്. ഞാൻ വീണ്ടും ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മുളക് നന്നായിട്ട് വറുത്തെടുക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് മുളക് ഇട്ട് കൊടുക്കാം. പൊട്ടിത്തെടുക്കും കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ വേഗം ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കല്ലുപ്പാണ്. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ടത് ചുങ്ങി വരണം. അപ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കി സാധനങ്ങൾ നമുക്ക് മൂടി വെക്കാം. നമുക്ക് തുറന്ന് നോക്കാം. അതിൻ്റെ അടുത്തൊരു പ്രാവശ്യം തുറന്ന് നോക്കിയൊന്ന് വെക്കിയതാട്ടോ. ഈ ഭാഗത്ത് ചുങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ നല്ല പുളി, കുറുകിയ പുളി കണ്ടോ, ഇത് ചെയ്യണം. ഒന്നും കൂടെ മൂടി വെക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീർ ചില്ലി ഇട്ടിട്ടുണ്ട്. ഒരു പെട്ടെന്ന് ഫോണ് നെറ്റ് സ്ലോവായി പോയി. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി നന്നായിട്ട് ഇളക്കിയിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ചിട്ടുണ്ട്. ഈ പുളി നന്നായി പിഴിഞ്ഞിട്ട് അതിലേക്ക് വയ്ക്കും. ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല കളറുണ്ട്, പക്ഷെ ഫോണിൽ അങ്ങനെ കാണുന്നില്ല കേട്ടോ. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. വെല്ലമാണ് നല്ലത്, പക്ഷെ വെല്ലം ഇല്ലാത്തത് കൊണ്ട് പഞ്ചസാര ഇട്ടു. ഒരു തുള്ളി സുർക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെ മുളകച്ചാറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഉലുവയും കടുകും വറുത്തത് പൊടിച്ചിട്ട് കൊടുക്കണം. ഇതുണ്ടാവും. വേറെ ഒരു കറിയും വേണ്ടത് മാത്രം മതി കേട്ടോ. അതൊക്കെ നല്ല മുളകൊക്കെ അതിൽ പൊട്ടിച്ച് നല്ല ചുങ്ങി. ഇത് കൂടുതൽ മുളകൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ സ്വന്തം വീട്ടിലത്തെ മുളക് കുറേ പറിച്ച് വെച്ച് കുറേ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്ത് എന്നിട്ടും ഇഷ്ടംപോലെ ഉണ്ടാവുകയാണ്. അപ്പോൾ കടയിൽ കൊടുക്കാൻ മാത്രമല്ല. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ എല്ലാവരും മുളക് കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് വെക്കണേ. ഞാനിനി ഇതും കൂടെ ഒന്ന് പൊടിച്ചിടട്ടെ. നമ്മുടെ ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ചിട്ടോ. ഇത്തിരിയും കൂടെ വെള്ളമുണ്ട്, അതും കൂടെ ഒന്ന് വറ്റിയിട്ട് നമുക്കത് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കി വെക്കാം. ചെറിയ ഒരു മുളകിൻ്റെ പകുതിയൊക്കെ മതി കേട്ടോ ചോറ് വയ്ക്കാൻ. അധികം മൂക്കാത്ത മുളകാണ്. നല്ല രുചിയുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ മുളകച്ചാറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും